Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good Good afternoon. afternoon. Ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. യെസ് മാം. Ma'am, thank you. ഞാൻ കഴിച്ചു. അപ്പോ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എല്ലാവർക്കും കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ കഴിച്ചു കേട്ടോ. ദോശയാണ് കഴിച്ചത്. ദോശയും ചമ്മന്തിയും ബീറ്റ്റൂട്ടും കഴിച്ചു. ഓക്കെ. ചോറ് കഴിക്കില്ലേ ഉച്ചക്ക്? ചോറ് കഴിക്കും. ഇന്ന് സമയം കിട്ടിയില്ല ചോറ് കൊണ്ടുവരാനായിട്ട്. അതുകൊണ്ട് ദോശ എടുത്തിട്ട് പോന്നു. ആണോ? ഉള്ള സാധനം എടുത്തിട്ട് പോകുന്നു. എന്താണ് അടുക്കളയിലുള്ളത് അത് എടുത്തിട്ട് പോകുന്നു. ബാലൻസ്ഡ് ഡയറ്റ് ആണോ ദോശ ചമ്മന്തി ബീട്രൂട്ട്? ആണോ? അതെ. അതെ അല്ലേ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ. മഴ പെയ്യുന്നുണ്ടോ? ഇന്ന് ചെറുതായിട്ട് ഇവിടെ പെയ്തു ആലപ്പുഴയിൽ. ഇല്ല, ഇവിടെ നല്ല വെയിലാ. ഇവിടെ ഇല്ല. വെയിലാണ്. ആണല്ലേ, വെയിലാണല്ലേ. കൊല്ലത്തും മഴയാണ്. മഴയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്തായിരുന്നോ? ആലോചിച്ചായിരുന്നോ? ആലോചിച്ചായിരുന്നു. ഓക്കെ. സ്ട്രെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നോ? ഒരു ദിവസം കിട്ടിയുള്ളൂ അല്ലെ? ഇന്ന് ആദിരാംസിന്റെ ക്ലാസ് ആണ്. പക്ഷെ ഞാനായിരുന്നു വന്നത് കേട്ടോ. ഓക്കെ. ഒരു ദിവസമല്ലേ കിട്ടിയുള്ളൂ. മിനിയെന്നെയാണല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ. അപ്പൊ അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. സ്ട്രെസ് ഉള്ള സമയത്തും അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സമയത്തൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. മാഡത്തിന് സൗണ്ട് കുറച്ച് കേൾക്കുന്നുള്ളൂ. സൗണ്ട് കുറച്ച് ഇല്ലാത്ത പോലെ. കേൾക്കുന്നുള്ളൂ. ഞാൻ നോക്കട്ടെ, ഇവിടെ നോക്കട്ടെ കേട്ടോ. ഇവിടെ കുറവാണ് സൗണ്ട് വെച്ചിരിക്കുന്നത്. അതാണ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇപ്പോഴും ഉണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷന് മുമ്പുള്ള കാര്യങ്ങളാണ്. പ്രയർ സ്റ്റാർട്ട് ചെയ്യും. മറന്നുപോയി. പ്രയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. മിസ്, എന്റെ പേര് റുക്സാന. ഞാനാണ് പ്രയർ ചെയ്യുന്നത്. റുക്സാനാണോ പേര്? അതെ. വീട് എവിടെയാ? വയനാട്. വയനാട്. ഓക്കെ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കാതല നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിഴി തുറക്കൂ. താങ്ക് യു മാം. താങ്ക് യു. സൈൻ ഇൻ ചെയ്തോളൂ കേട്ടോ. മാം ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് റോസ്മേരി എന്നാണ്. മേരിയുടെ വീട് എവിടെയാ? എറണാകുളം. വൈപ്പിലാണ്. ഓക്കെ.
Good afternoon, all. My name is Rosemary. You're all welcome, respected teacher, to our class. I'm so happy to see you together here. I hope the class will be great and successful. I hope you will all enjoy the class. Have a good day. Thank you. Okay. Then thought of the day. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് ദിവ്യ. ഞാൻ പാലക്കാട് നിന്നാണ്. തോട്ട് ഓഫ് ദ ഡേ: ബിലീവ് ഇൻ യുവർ സെൽഫ്. എവറി സ്മോൾ സ്റ്റെപ്പ് യു ടേക്ക് ടുഡേ ബ്രിങ്സ് യു ക്ലോസർ ടു യുവർ ഡ്രീംസ്. അതായത് നമ്മളിൽ വിശ്വാസം വെച്ച് ഓരോ ചെറിയ ചുവട് മുന്നോട്ട് വെച്ചാൽ ഒരു ദിവസം നമ്മുടെ സ്വപ്നങ്ങളിൽ എത്താൻ കഴിയും. താങ്ക് യു മാം. ഹാവ് എ ഗുഡ് ഡേ ഡിയർ ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. Thank you. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ മിസ്. ഇപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ PDF എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് PDF വരുന്നത്. എന്നാലും നമുക്കൊന്ന് വായിച്ചിട്ട് ഒന്ന് പോകാം അല്ലെ? അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ എടുത്തിട്ട് അതൊന്ന് മൈൻഡില് റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മൈൻഡില് റീഡ് ചെയ്യുക. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയായിരുന്നോ? ഇല്ല, ഇല്ല കിട്ടിയിട്ടില്ല. ടീച്ചറെ. കിട്ടിയിട്ടില്ല. ഇല്ല മിസ്. കിട്ടിയിട്ടില്ല അല്ലെ? ചിലവർക്ക് കിട്ടിയിട്ടുണ്ട്, ചിലവർക്ക് കിട്ടിയിട്ടില്ല അല്ലെ? കണ്ടോ? യൂണിറ്റ് 1 മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. കേട്ടോ? അപ്പൊ എന്ത് ചെയ്യാ, ടെക്സ്റ്റ് ഇല്ലാത്തവര് എന്ത് ചെയ്യാ, ഈ PDF ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുക. ഫസ്റ്റ് പേജ് റീഡ് ചെയ്യുക കേട്ടോ. ആദ്യത്തെ പേജ് കോർഡിനേഷൻ വരെ റീഡ് ചെയ്യുക. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോ PDF ഇങ്ങോട്ടാക്കി. ഇങ്ങനെയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഓക്കെ.
വായിച്ചു കഴിഞ്ഞ് എനിക്ക് തമ്പ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞു? ഓക്കെ. ഒരാളൊന്ന് ആദ്യത്തേതൊന്ന് റീഡ് ചെയ്യാമോ? ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ആരെങ്കിലും ഒരാൾ? Health, physical fitness and wellness. It is the duty of all the individuals to care for and maintain a happy and worthy human life. This can be made possible only by paying consideration to wellness that includes healthy and physical fitness. Adula health. Health is the state of being identical with freedom from disease and illness that includes a positive fundamental wellness associated with quality of life and positive well-being also. Physical fitness. Physical wellness is the ability to bring out daily tasks with vigor, alertness without undue weakness. It is also means having ample energy to engage in leisure time activities and to handle the stress encountered in emergency situations. Wellness. Wellness is a condition that characterizes a state of positive health in the individual's complete biological and psychological and being decorated by quality of life and a sense of well-being. Contents of physical fitness, strength. മാം അത് മേളിലേക്ക് പോയിട്ടാ, എനിക്ക് ടെക്സ്റ്റ് ഇല്ല. കാണാൻ പറ്റുന്നില്ലേ? അല്ല, അത് മേളിലോട്ട് നീങ്ങിപ്പോയി. മേലോട്ട് പോയോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? Contents of physical fitness. Strength, a health-related component of physical fitness that relates to the capacity of muscles to exert force. Endurance, a health-related component of physical fitness that relates to the muscles' ability to continue to perform without weakness. Flexibility, a health-related content of physical strength that relates to the range of motion available at the job. Speed, a skill-related component of physical strength that relates to കപ്പാസിറ്റി. കപ്പാസിറ്റി കാണാൻ പറ്റുന്നില്ലേ? എന്റെ വേറെ കാണാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ Speed, നോക്കിയിട്ട് a skill-related component of physical strength that relates to the capacity to perform a movement within a short period of time. Agility, a skill-related component of physical fitness that relates to the rapidly changing the position of the entire body in space with speed and efficiency. പിന്നെ coordination, a skill-related component of physical fitness that relates to the capacity to use the senses such as sight and hearing together with body parts in performing motor tasks evenly and accurately. Types of ഓക്കെ. അപ്പൊ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഓക്കെ, ഇതില് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്സിൽ പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽസ് to care for and maintain a happy and worthy human life.
This can be made possible only by paying consideration to wellness that includes health and physical fitness. അതായത് മനുഷ്യരായിട്ട് ജനിച്ചിട്ടുള്ള എല്ലാ ആളുകളുടെയും കടമയാണ് അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ് എന്ത്, ഒരു നല്ല ഹ്യൂമൻ ലൈഫ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ബർത്തി ആയിട്ടുള്ള ഹ്യൂമൻ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക, കെയർ ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ എല്ലാവരുടെയും മനുഷ്യ ജീവിതം അല്ലെ, നമ്മൾ ഓരോരുത്തരുടെയും സന്തോഷത്തിന് കാരണം ആര് തന്നെയാണ്? നമ്മൾ തന്നെയല്ലേ? ആണോ? നമ്മളാണ് നമ്മളെ ചെയ്യേണ്ടത് അല്ലേ? നമ്മളെ ചെയ്യേണ്ടത് നമ്മളാണ്, നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മളാണ് അല്ലെ? വേറെ ആരും അതിന് വരില്ല. ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെയാണ് അല്ലെ? അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ നമ്മളുടെ കാര്യം നോക്കണം എപ്പോഴും, മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കാര്യത്തിന് കുറച്ച് ശ്രദ്ധ കൊടുക്കണം. നമ്മൾക്ക് എപ്പോഴും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം അല്ലെ? ക്രിട്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും കണ്ടീഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോ അല്ലെ, എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മള് പഠിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എന്താ ചെയ്യേണ്ടത്? കൂടുതൽ പരിഗണന നമ്മൾക്ക് തന്നെ കൊടുക്കണം അല്ലെ? നമ്മുടെ വെൽനസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് ആ പാരാഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ഹെൽത്ത് എന്താണെന്ന് നോക്കാം. Health is state of being identical with the freedom from disease and illness that includes a positive fundamental wellness associated with the quality of life and positive well-being also. അതായത് ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? രോഗങ്ങളും അസുഖങ്ങളും ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. രോഗങ്ങളും അസുഖങ്ങളും ഇല്ലാത്ത അവസ്ഥ. എന്നാൽ അത് മാത്രമല്ല ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല ജീവിത നിലവാരം അല്ലെങ്കിൽ നല്ല സന്തോഷം, നല്ല ശാരീരികപരമായിട്ടും നല്ല മാനസികപരമായിട്ടുള്ള വെൽഫെയർ എന്നിവയും ആരോഗ്യത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടായിരിക്കുക, നമ്മുടെ ലൈഫിന് ഹാപ്പിനെസ് ഉണ്ടാവുക. അപ്പോ ഫിസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ആണെങ്കിൽ കൂടിയും നമുക്ക് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടോ, നല്ല സന്തോഷം ഉണ്ടോ, നല്ല ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും നമ്മൾ ഓക്കെ ആണോ, ഇതൊക്കെ എന്താണ്? നമ്മുടെ ആരോഗ്യത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിനെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ രോഗമില്ലാത്തതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരവും മനസ്സും നല്ല രീതിയിലായിരിക്കണം അല്ലെങ്കിൽ നല്ല നിലയിൽ മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഹെൽത്ത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് കേട്ടോ. ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണ്? Physical wellness is the ability to bring out daily tasks with wider alertness. Without undue weakness, it also means having ample energy to engage in leisure time activities and to handle the stress encountered in emergency situation. അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മുടെ ദൈനംദിന ജോലികൾ ക്ഷീണമില്ലാതെ നല്ല ഉത്സാഹത്തോടുകൂടിയും ജാഗ്രതയോടുകൂടിയും ചെയ്യാനുള്ള കഴിവിനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ജോലികൾ നിങ്ങൾക്ക് ക്ഷീണമില്ലാതെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ടാണോ അത് ചെയ്യുന്നത്? അല്ലെങ്കിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ഒബ്സർവ് ചെയ്തിട്ടാണോ അത് ചെയ്യുന്നത്? അതിനെയാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇനി അതോടൊപ്പം ഫിസിക്കൽ ഫിറ്റ്നസിനെ വേറെ ചില കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്താം. അതായത് നമുക്ക്
ലെഷർ ടൈം കിട്ടുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ഹോബീസിൽ നമ്മൾക്ക് പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കണം ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ കേട്ടോ. നമ്മൾ ഡെയിലി നമ്മൾ ജോലികൾ ചെയ്യുന്നുണ്ട്, ഓക്കെ. പക്ഷെ നമ്മൾ ലെഷർ ടൈമിൽ എന്ത് ചെയ്യണം? നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്ട്രെസ് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്താവുക? ഫിസിക്കലി ഫിറ്റ് ആവുക. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യണം, അതുപോലെ അത് ക്ഷീണമില്ലാതെയും വളരെയധികം ഉത്സാഹത്തോടുകൂടിയും ചെയ്യാൻ കഴിയണം. ലെഷർ ടൈമിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് സ്ട്രെസ് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റണം. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നമ്മൾക്ക് വരുന്ന ഒരു പ്രശ്നം, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. ചിലപ്പോൾ നമുക്ക് ഉറക്കമേ കിട്ടില്ല അന്നത്തെ ദിവസം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ. അതിനെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാൻ പറ്റുമോ? പെട്ടെന്ന് ഒരു സ്ട്രെസ് വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രതികൂല സാഹചര്യം നമ്മളിൽ വന്നു എന്ന് വിചാരിക്കാം, എന്താ ചെയ്യാം? ശ്വാസം എടുത്ത് വിടുക, കൗണ്ട് ചെയ്യുക, നമ്പർ കൗണ്ട് ചെയ്യുക. എന്താണ്? എനിക്ക് മനസ്സിലായില്ല. മ്യൂസിക് കേൾക്കാം. മ്യൂസിക് കേൾക്കാം. യോഗ ചെയ്യാം. യോഗ ചെയ്യാം. നല്ലോണം ഉറങ്ങാം. പക്ഷെ ചില സമയത്ത് ഉറങ്ങാൻ പറ്റില്ല. ഇതിങ്ങനെ ആലോചിച്ചു മനസ്സിന് ബലം കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളവരോട് അത് ഷെയർ ചെയ്യുമ്പോ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. ഇഷ്ടപ്പെട്ട ആളുകൾ ശരിയാണ്. ഇഷ്ടപ്പെട്ട ആളുകളോട് പ്രയർ ചെയ്യാം. ഓക്കെ, ആശ്വാസം കിട്ടും അല്ലേ? പുസ്തകങ്ങൾ വായിക്കുക. ചിലപ്പോ റീഡ് ചെയ്യുമ്പോൾ ഉറക്കം വരും തന്നെ. പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു പുസ്തകങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടും. ഓക്കെ, ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അപ്പൊ നമ്മളത് കൈകാര്യം ചെയ്യണം. എമർജൻസി സിറ്റുവേഷനിൽ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾക്കത് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും നമ്മളെ ഭയങ്കരമായിട്ടുള്ള ഒരു വേറൊരു സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ കേട്ടോ. ഓക്കെ, പ്രയർ ചെയ്യുക, സ്ലീപ്പിംഗ്. ഓക്കെ, ശരി. ഓക്കെ, വരും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വെൽനസ് വായിക്കട്ടെ? ഓക്കെ മാം. വെൽനസ് എന്താണ്? വെൽനസ് എന്ന് പറഞ്ഞാല് ക്ഷേമം അല്ലെങ്കിൽ വെൽഫെയർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വെൽനസ് ഈസ് കണ്ടീഷൻ ദാറ്റ് characterizes a state of positive health in the individuals, complete biological and psychological well-being, as decorated by quality of life and sense of well-being. അതായത് വെൽനസ് എന്ന് പറഞ്ഞാല് ഒരാളുടെ അതായത് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും അയാൾ നല്ല സ്റ്റേബിൾ ആണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ അയാൾക്ക് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാകും, സന്തോഷകരമായിട്ടുള്ള ജീവിതം ഉണ്ടാവും എന്നീ അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെൽനസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നമ്മൾ ഫിസിക്കലി നമ്മൾ ഓക്കെയാണ്, മെന്റലി നമ്മൾ ഓക്കെയാണ്, എല്ലാ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്താണ്? ഓക്കെയാണ്. നമുക്ക് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ട്, നമുക്ക് നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വെൽനസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പക്ഷെ ഈ വെൽനസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു രീതിയില് എന്താ പറയാ, കംഫർട്ട് സോൺ എന്ന് പറയാം. ഒരു തരത്തിൽ പറഞ്ഞാല് നമ്മളെല്ലാം കൊണ്ട് കംഫർട്ടബിൾ ആണ് അല്ലെ? ചില സമയത്ത് നമുക്ക് എല്ലാവരും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. നമ്മൾക്ക് ഫിസിക്കലി നമ്മൾ ഓക്കെ ആവും, മെന്റലി ഓക്കെ ആണ്, ക്യാഷ് ഉണ്ട് കയ്യില്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മള് സുഖകരമായിട്ട് പോയില്ലേ? നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മള് കംഫർട്ട് സോൺ. കണ്ടീഷൻ ആവില്ലല്ലോ എല്ലാവർക്കും. എന്താണ്?
ഈ കണ്ടീഷൻ ആവില്ലല്ലോ എല്ലാവർക്കും. ഈ കണ്ടീഷൻ ആവില്ല, ഇല്ല എല്ലാവർക്കും ഇല്ല. ചില സമയത്ത് ചില ആളുകൾക്ക് മാത്രം, എല്ലായ്പ്പോഴും ഉണ്ടാവില്ല. എന്നാൽ നമ്മള് ചില സമയത്ത് കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ചില അവസരങ്ങളുണ്ട്. നമ്മൾ കംഫർട്ട് സോണിലാവുമ്പോൾ നമ്മൾ എപ്പോഴും അവിടെ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുക, അത് പൊട്ടിച്ച് മറികടക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല. ശരിയാണോ? ശരിയാണ് മാം. ബട്ട് എന്നാൽ അത് കംഫർട്ട് സോൺ അത് എന്നും ഒരു ശാശ്വതമല്ലാത്ത ഒന്നാണ് കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ പൊട്ടിച്ചു കളയണോ? കംഫർട്ട് സോൺ പൊട്ടിച്ചു കളയണോ? അത് ചോദിക്കട്ടെ. കംഫർട്ട് സോണ് പൊട്ടിച്ച് കളയണം. ശരിക്കാലത്തും കംഫർട്ട് സോണിൽ ഇരിക്കാൻ പറ്റത്തില്ല മാം. എന്നാൽ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒരിടം ഒന്നും എത്തിപ്പെടാൻ സാധിക്കത്തില്ല. ശരിയാണ് കേട്ടോ അവിടെ പറഞ്ഞോളൂ. ഡെൽജി ആണോ? ദീപയാണ് പറഞ്ഞത്. പറഞ്ഞോളൂ. നമ്മളിപ്പോ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ഒരിടത്തും എത്തിപ്പെടാൻ കഴിയില്ല. നമ്മൾ ഒരു കാര്യത്തിൽ ഒരു എഡ്യൂക്കേഷൻ പരമായാലും ശരി തന്നെ, വേറെ ഏത് വിഷയമായാലും ശരി തന്നെ, നമ്മൾ അതിനൊന്ന് എഫേർട്ട് എടുത്താൽ മാത്രമേ അത് മുന്നോട്ട് കടക്കാൻ കഴിയുള്ളൂ. എഫേർട്ട് എടുക്കണമെങ്കിൽ അത്രയും നമുക്ക് റിസ്ക് അനുഭവിക്കേണ്ടി വരും, എന്തെങ്കിലും അതിജീവിക്കേണ്ടി വരും. ആ കംഫർട്ട് സോണിൽ നിന്ന് ഇരിക്കുകയാണെങ്കിൽ നമുക്കിതൊന്നും സാധിക്കാൻ കഴിയില്ല ഒരു ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരിടം എത്തിപ്പെടാൻ കഴിയില്ല. എല്ലാം നമുക്ക് ചെയ്തു തരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? അവിടെ തന്നെ അങ്ങ് ആ ഒരു ജീവിതത്തിലോട്ട് നമ്മൾ വരും. ഒരു ജീവിതത്തിലോട്ട് നിന്ന് ഒരു കാര്യം വരുമ്പോഴത്തേക്ക്, ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയത്തില്ലായിരിക്കാം. കംഫർട്ട് സോണിൽ നിൽക്കുമ്പോഴത്തേക്ക് എനിക്കെല്ലാം ചെയ്തു തരും എൻ്റെ വീട്ടുകാരൻ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു രീതിയിലാവുമ്പോഴത്തേക്ക് ആരും ആ ഒരു ജീവിതത്തെ അതിജീവിച്ച് ജീവിക്കത്തില്ല. അപ്പൊ അതാണ് എൻ്റെ ഒരു കൺസേൺ. ഇനി എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല മാം. ഓക്കെ, എൻ്റെ കൺസേൺ അതാണ്. ഓക്കെ, താങ്ക് യു മാം. ശരിയാണ് കേട്ടോ പറഞ്ഞത്. നമ്മള് കംഫർട്ട് സോണിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് സക്സസ് ആവാനായിട്ട് പറ്റില്ല. നമ്മളൊരു കാര്യം ചിന്തിക്കുക, നമ്മള് കംഫർട്ട് സോണിലായിരിക്കുമ്പോ നമ്മൾ എങ്ങനെയാണ് കംഫർട്ട് സോണിൽ എത്തിയിട്ടുണ്ടാവുക? നമുക്ക് കഴിവുള്ളത് കൊണ്ടാണ് കംഫർട്ട് സോണിൽ നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് സ്കില്ലുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇനിയും സക്സസ് വേണമെങ്കിൽ നമ്മൾ ആ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാനായിട്ട് പാടില്ല. അത് പൊട്ടിച്ചെറിയണം, പൊട്ടിച്ച് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും, ധാരാളം ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, മെന്റൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, കുറേയധികം കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ചുറ്റുപാടുള്ളവർ പല കാര്യങ്ങളും നമ്മളോട് പറയും, എന്തിനാണ് അത് പൊട്ടിച്ചെറിഞ്ഞ് വന്നതെന്ന് ചോദിക്കും, അല്ലെങ്കിൽ അത് വിട്ട് വന്നത് എന്ന് ചോദിക്കും. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മള് എന്താ പറയാ തരണം ചെയ്ത് നമ്മുടെ സക്സസിന് വേണ്ടി നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാല് നമ്മൾക്കത് കിട്ടിയെന്നാണ് അർത്ഥം. അത് കിട്ടും എന്തായാലും. അപ്പൊ നമ്മുടെ ആ കംഫർട്ട് സോൺ എപ്പോഴും എന്ത് ചെയ്യണം? മറികടക്കാനായിട്ട് നിങ്ങൾ നോക്കണം. എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കരുത്. നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട്, 4 സമയം നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് ഇടാനായിട്ട് ഡ്രസ്സ് ഉണ്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ പുറത്തു പോകാം, നോ പ്രോബ്ലം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾ സുഖലോലുപതയിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ യാതൊന്നും അറിയുന്നില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കുള്ളിൽ ഒരു കഴിവുണ്ടെങ്കിൽ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കണം. പുറത്തു കടന്നാൽ മാത്രമാണ് നിങ്ങളിലുള്ള കഴിവിനെ ലോകം തിരിച്ചറിയുക. ഓക്കെ, അപ്പൊ ആ കംഫർട്ട് സോൺ പൊട്ടിച്ചെറിയാനാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോ കംഫർട്ട് സോൺ നമ്മൾ പൊട്ടിച്ചെറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അത് വേറൊരു കാര്യം. പക്ഷെ അതിനെ നമ്മൾ തരണം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് പാർട്ട് 2 കുറെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെക്കുറിച്ച് കുറേയധികം കാര്യങ്ങള് പറയും. അപ്പൊ നമുക്ക് നോക്കാം. ഇത് മൊഡ്യൂള് 1 ആണ് കേട്ടോ. മൊഡ്യൂൾ 1 ആണ്. ഫിദ ഹാഷിം കമന്റ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിറ്റിന്റെ നെയിം യൂണിറ്റ് 1 ആണ്. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഫിദ ക്ലിയർ ആണോ? മനസ്സിലായോ ഫിദയ്ക്ക്? അത് നമ്മുടെ ഈ സ്ക്രീന് PDF-ന്റെ സ്ക്രീന് ഞാൻ വലുതാക്കിയിട്ടാൽ എനിക്ക് മെസ്സേജുകൾ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ അത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഇതിങ്ങനെ വലുതാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ സ്ക്രീൻ മാത്രമേ കാണാൻ പറ്റൂ, നിങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല.
ഓക്കെ. അപ്പൊ നമുക്ക് 4 പാർട്ടുകളാണ് ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പാർട്ട് 1 ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിൽ. ആണല്ലേ. 4 പാർട്ടുകൾ ഉണ്ട് നമുക്ക്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. ഓക്കെ. നമ്മുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് വേറെ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. നമ്മുടെ മോണ്ടിസോറിയുമായി ബന്ധപ്പെട്ട് 4 പാർട്ടുകളാണ് ഉള്ളത്. പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 4 പാർട്ടുകളിലുള്ള ചാപ്റ്റർ ആണ്. അതിനകത്തിപ്പോ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഞാനിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ മറ്റ് ടീച്ചേഴ്സ് വേറെ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടാകും. അപ്പൊ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് വേറെ ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ. പാർട്ട് 1 തന്നെയാണോ? പാർട്ട് 1 ആണോ എടുക്കുന്നേ? ഇംഗ്ലീഷ് പാർട്ട് 2 ആണ് മാഡം. ഇംഗ്ലീഷ് പാർട്ട് 2 അല്ല കേട്ടോ, അത് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2. ഇത് മൊഡ്യൂൾ 1 ആണ്. നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് മൊഡ്യൂൾ 1 ആണ്. ഓക്കെ, മനസ്സിലായോ? അതില് ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കണേ. മൊഡ്യൂൾ 1 പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഞാനിപ്പോ എടുക്കുന്നത്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് മൊഡ്യൂൾ 2 ആണ്. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് മൊഡ്യൂൾ 3 ആണ്. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ മൊഡ്യൂളിനെ തിരിച്ചിരിക്കുന്നത്. പിന്നെ PG വരുമ്പോ മൊഡ്യൂൾ 4 and 5 ആകും. PG ചാപ്റ്റേഴ്സ് വരുമ്പോ PGയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മൊഡ്യൂൾ 4 and 5 ആണ് അവർ പഠിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് കേട്ടോ ഡിവിഷൻ വരുന്നത്. ഡിപ്ലോമയില് 3 മൊഡ്യൂൾ വരെയാണ് ഉള്ളത്. പിന്നെ PGയിലാവുമ്പോ 4ഉം 5ഉം കൂടി വരും. എന്നിട്ട് മൊഡ്യൂൾ 1 ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വൈസ് നമുക്ക് ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 1 ആദ്യത്തെ പാർട്ടിൽ വരുന്നത് 8 ചാപ്റ്ററുകളാണ്. മൊഡ്യൂൾ 1 ആദ്യത്തെ പാർട്ടിൽ 8 ചാപ്റ്റർ വരും. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഞാനിപ്പോ എടുക്കുന്നത്. ഇനി മൊഡ്യൂൾ 2 വരുന്നത് 10 ചാപ്റ്റേഴ്സ് ആണ്. മൊഡ്യൂൾ 2 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. മൊഡ്യൂൾ 3 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. മൊഡ്യൂൾ 4 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചാപ്റ്റേഴ്സ് ആണുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്? നമുക്കപ്പോ ഈ എക്സാം വരൂലേ, എക്സാം വരുമ്പോ മൊഡ്യൂൾ 1 അതാണ് ഫസ്റ്റ് 1 എല്ലാം ഒരുമിച്ചായിട്ടാണ്? എക്സാം എന്ന് പറഞ്ഞ 7 പേപ്പർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 7 പേപ്പറുകളാണ് കേട്ടോ. ഡിവിഷൻ വരുന്നുണ്ട്. ആ 7 പേപ്പറുകളുണ്ട്. പിന്നെ അതായത് ഇംഗ്ലീഷ് ഉൾപ്പെടെയാണ് 7 പേപ്പർ എന്ന് പറയുന്നത്. 6 പേപ്പർ നമ്മുടെ മോണ്ടിസോറി സബ്ജക്റ്റും 7ാമത്തെ പേപ്പർ നമ്മുടെ ഇംഗ്ലീഷും ആണ്. പിന്നീട് PG സ്റ്റുഡൻസിനാണെങ്കിൽ 8, 9 പേപ്പറുകൾ ഉണ്ടാവും. 8, 9 എന്ന് പറയുന്ന പേപ്പറുകൾ ഉണ്ടാവും. അങ്ങനെയാണ് ഡിവിഷൻ വരുന്നത് കേട്ടോ. അതായത് ഈ 4 പാർട്ടിനെ തമ്മിലാണ് ഈ 6 ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അതായത് ഒരു പാർട്ടിനെ തന്നെ 2 രീതിയിൽ തിരിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജിഷാമ എന്ന് പറയുന്ന മിസ് ഇടയ്ക്ക് കയറും. ആദ്യം കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായിരുന്നില്ലേ എനിക്ക് പകരം വന്നത് എന്റെ ക്ലാസ് എടുക്കാനായിട്ട്? ടീച്ചർ വന്നില്ലേ ജിഷാമ? ഫോൺ നമ്പർ ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുമല്ലോ. മിസ് നിങ്ങൾക്ക് ഇടയ്ക്ക് കയറും. മിസ്സിനോട് ചോദിച്ചാൽ മതി കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫോൺ നമ്പർ തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി കേട്ടോ. മിസ് പറഞ്ഞു തരും കേട്ടോ. മോണ്ടിസോറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മിസ്സിന് നന്നായിട്ട് അറിയാം. അപ്പൊ മിസ് പറഞ്ഞു തരും. ഓക്കെ, മിസ്സിനെ ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചോളൂ. ഓക്കെ, ഇടയ്ക്കാണ് വരുന്നതെങ്കിലും മിസ് ഇടയ്ക്ക് മിസ്സിനോട് എന്തെങ്കിലും ഡൗട്ടോ മോണ്ടിസോറി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. എക്സാം നമുക്ക് 7 എക്സാം ആണ്. പേപ്പർ 7 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. 6 വരെയാണ് മോണ്ടിസോറി സബ്ജക്ട്. അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. വേണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ആ സബ്ജക്റ്റുകളുടെ പേരുകൾ പറഞ്ഞുതരാം. ഏതൊക്കെ പേപ്പർ ആണ്, ഏതൊക്കെയാണ് പേരുകൾ എന്ന് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, എക്സാമിനെ കുറിച്ചിട്ടൊന്നും ഓർത്ത് പറയാവണ്ട കേട്ടോ. അതിനെ കുറിച്ചൊന്നും ഓർത്ത് പറയാവണ്ട. അതൊക്കെ ഈസിയാണ്. ഞാൻ വിചാരിച്ചത് ഇപ്പൊ നമുക്ക് സബ്ജക്ട് ഓരോ ദിവസം ഓരോ നമ്മൾ എടുക്കണ്ടല്ലോ. അപ്പൊ എല്ലാവരും മിക്സഡ് ആയിട്ടാണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണോ? അങ്ങനെയൊക്കെ ചിന്തിച്ചത്. അങ്ങനെയാണ് ചിന്തിച്ചത് അല്ലേ? അതായത് എല്ലാം കൂടി ഒരുമിച്ച്
ഒരു പേപ്പറുടെ അങ്ങനെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേറെ മാമിന്റെ വേറെ അങ്ങനെയാണോ എന്നാണ് ഉദ്ദേശിച്ചത്? ഇല്ല, അത് ആ പേപ്പർ ആ പാർട്ടിനെ തന്നെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ആ പാർട്ട് പേപ്പർ 1 പേപ്പർ 2 എന്ന് പറഞ്ഞു വരും. ഇംഗ്ലീഷ് വേറെ പേപ്പർ ആയിരിക്കും കേട്ടോ. 7ാമത്തെ പേപ്പർ ആയിരിക്കും ഇംഗ്ലീഷ് വരുന്നത്. അത് വരാം. ഓക്കെ. ഇനി കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് കേട്ടോ, അത് നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന്. കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് അതായത് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് അല്ലെങ്കിൽ കണ്ടന്റുകൾ, ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യത്തേത് സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ. A health related component of physical fitness that relates to the capacity of the muscle to exert force. അതായത് നമ്മുടെ പേശികൾക്ക്, നമ്മുടെ മസിൽസിന് ബലം പ്രയോഗിച്ച് ഒരു പ്രവർത്തനം ചെയ്യാനുള്ള കഴിവാണ് എന്ത്? സ്ട്രെങ്ത്. നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ മസിൽസ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉദാഹരണത്തിന് ഒരു മേശ തള്ളുന്നത്, ഒരു കസേര എടുക്കുന്നത്, അതൊക്കെ എന്താണ്? നമുക്കൊരു പ്രവർത്തനം ചെയ്യാനുള്ള കഴിവാണ് അല്ലെ. അതിന് നമ്മുടെ പേശികൾ എന്ത് ചെയ്യുന്നുണ്ട്? ബലം പ്രയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് മസിൽ സ്ട്രെങ്ത് ആണ് കേട്ടോ. ഓക്കെ, ഇനി എൻഡ്യൂറൻസ്. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സഹനശക്തി എന്നൊക്കെയാണ് അതിന്റെ മലയാളം മീനിങ് വരിക. A health related component of physical fitness that relates to the muscle ability to continue to perform without weakness. അതായത് നമ്മൾക്കൊരു പ്രവർത്തനം വേഗത്തിൽ ക്ഷീണിക്കാതെ തുടർച്ചയായി ചെയ്യാനുള്ള കഴിവുണ്ടോ? അതിനെയാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് ഒരു ആക്ടിവിറ്റി വേഗത്തില് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ദാറ്റ് ഈസ് എൻഡ്യൂറൻസ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കുറെ നേരം ഓടുക അല്ലെങ്കിൽ കുറെ നേരം നടക്കുക അല്ലെ. അത് വേഗത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലെ. വേഗത്തിൽ ഓടുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് വേഗത്തിൽ ചെയ്യും, തുടർച്ചയായിട്ട് ചെയ്യും. ദാറ്റ് ഈസ് എൻഡ്യൂറൻസ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി ആണ് കേട്ടോ. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? യോഗ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഫ്ലെക്സിബിൾ ആവും എന്ന് പറയാറുണ്ട് അല്ലെ. വഴക്കമുള്ള ശരീരം. ഹെൽത്ത് റിലേറ്റഡ് content of physical strength that relates to the range of motion available at a job. അതായത് നമ്മുടെ ജോയിന്റുകൾക്ക്, നമ്മുടെ സന്ധികൾക്ക് ലഭ്യമായിട്ടുള്ള മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ചലനപരിധിയെയാണ് എന്ത് പറയുന്നത്? ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ജോയിന്റിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ടോ? അതിനെ എന്ത് പറയുന്നു? ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നു. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് ശരീരം വളയ്ക്കുന്നത്, കൈകാലുകൾ നീട്ടുന്നത്, ഇതൊക്കെ ഫ്ലെക്സിബിലിറ്റി ആണ്. യോഗ ചെയ്യുന്ന ആളുകള് പ്രത്യേക രീതിയിൽ അവരുടെ ശരീരം വളയ്ക്കാറുണ്ട് അല്ലെ. കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്തുകൊണ്ടാണ്? അവര് ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ജോയിന്റുകൾക്ക് ലഭ്യമായിട്ടുള്ള മൂവ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ് എന്ത്? ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സ്പീഡ് ആണ് കേട്ടോ. സ്പീഡ്. A skill related component of physical strength that relates to the capacity to perform a movement within a short period of time. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാല് ഒരു മൂവ്മെന്റ് കുറഞ്ഞ സമയത്തിൽ ചെയ്യാനുള്ള കഴിവ്. ഒരു മൂവ്മെന്റ് കുറഞ്ഞ സമയത്തിൽ ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? സ്പീഡ് എന്ന് പറയുന്നത്. ഒരു മൂവ്മെന്റ് കുറഞ്ഞ സമയത്തിൽ ചെയ്യാനുള്ള കഴിവ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സാമ്പിൾ പറയാം, വേഗത്തിൽ ഓടുക. ഓക്കെ, നെക്സ്റ്റ് വൺ എജിലിറ്റി ആണ് കേട്ടോ. എജിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? A skill related component of physical fitness that relates to the rapidly changing to position of the entire body in space
വിത്ത് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. അതായത് ശരീരത്തിന്റെ സ്ഥാനം വേഗത്തിലും കൃത്യമായിട്ടും മാറ്റാനുള്ള കഴിവ്. ഓക്കെ, അതായത് നമ്മുടെ ശരീരം നമ്മൾ എന്ത് ചെയ്യുന്നു, വേഗത്തിൽ മാറ്റുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് ദിശയിലേക്ക് ചലിപ്പിക്കുന്നു. ഇതിനെയാണ് എജിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഓടുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ ഓടുന്ന ഡയറക്ഷൻ മാറ്റുക. അതെന്താണ്, നമ്മൾ സ്ട്രെയിറ്റ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡയറക്ഷൻ മാറ്റി ശരീര പ്രവർത്തനങ്ങളെ ചലിപ്പിക്കുന്നു. ഓക്കെ, ഇതാണ് എന്ത്, എജിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി കോർഡിനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Coordination is skill-related component of physical fitness that relates to the capacity to use the sense, such as sight and hearing, together with the body parts in performing motor tasks evenly and accurately. അതായത് കോർഡിനേഷൻ എന്ന് പറയുന്നത് സ്കിൽ റിലേറ്റഡ് കമ്പോണന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. അതായത് സെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരചലനങ്ങൾ മാറ്റാനുള്ള കഴിവ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ഒരാളുടെ ഡാൻസ്, ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുവാണ്, അവൾ എന്ത് ചെയ്യുന്നുണ്ട്, കോർഡിനേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. കാരണം അവള് പാട്ട് കേൾക്കുന്നു, പാട്ട് കേൾക്കുന്നതിന്റെ കൂടെ അവള് കൈകാലുകൾ ചലിപ്പിക്കുന്നു, കണ്ണ് ചലിപ്പിക്കുന്നു, ആ ഐ ഹാൻഡ് കോർഡിനേഷൻ അവിടെ നടക്കുന്നു, അല്ലെ? അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്ന ഒരാള് പെട്ടെന്ന് ആ ഫുട്ബോൾ വരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കാല് കൊണ്ട് അത് തട്ടി മാറ്റുന്നു. പിന്നെ ബാഡ്മിന്റൺ കളിക്കുന്ന ഒരു വ്യക്തി, ആ ബാഡ്മിന്റൺ എവിടെ നിന്നാണോ വരുന്നത് അതിനനുസരിച്ച് കണ്ണുകൾ ചലിപ്പിക്കുന്നു, അതിനനുസരിച്ച് കൈകള് കാലുകളൊക്കെ ചലിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ ബോഡി പാർട്സ് മൊത്തം എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യാണ്. അപ്പോ ബോഡി പാർട്സ് എന്ത് ചെയ്യും, കോർഡിനേറ്റ് ചെയ്യും. ഇതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് അല്ലെ? അപ്പൊ മനസ്സിലായി. ഇനി നിങ്ങൾ അടുത്തത് നിങ്ങൾ റീഡ് ചെയ്തോളൂ കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത പേജ് റീഡ് ചെയ്തോളൂ. ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, അതിനകത്ത് സ്ട്രെച്ചിങ് വരെ റീഡ് ചെയ്യുക കേട്ടോ, സ്ട്രെച്ചിങ് വരെ. ഓക്കെ, റീഡ് ചെയ്തോളൂ.
ഓക്കെ, വായിച്ചോ? കുറച്ചു നേരമായല്ലേ? വാഷ്റൂമിൽ പോയതാ. ഓക്കെ, വായിച്ചോ? പറഞ്ഞോ. The elements are commonly defined as speed, agility and coordination എന്ന് പറഞ്ഞാൽ എന്താ? എജിലിറ്റി എന്ന് പറഞ്ഞാല് എബിലിറ്റി എന്നാണോ ഉദ്ദേശിക്കുന്നത്? എജിലിറ്റി തന്നെ, എബിലിറ്റി അല്ല. ചടുലത എന്ന് പറയൂ കേട്ടോ. എജിലിറ്റി, എജിലിറ്റി തന്നെയാ, എബിലിറ്റി അല്ല. ഓക്കെ ഓക്കെ, ചടുലത അല്ലെ? ചടുലത അതാണ്. നമ്മുടെ ശരീരത്തിന്റെ വഴക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അത് ഉദ്ദേശിക്കുന്നത്. സ്കിൽ റിലേറ്റഡ് കമ്പോണന്റ് ആണെന്നാണ് അവിടെ പറയുന്നത്. നമ്മുടെ എൻ്റയർ ബോഡി ചലിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. കോർഡിനേഷനുമായിട്ട് അതിന് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നേ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, then types of physical fitness. Physical fitness can be categorized into 3. ഫിസിക്കൽ ഫിറ്റ്നസിനെ 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാം കേട്ടോ. ഏതൊക്കെയാണ്? They are health related physical fitness, skill related physical fitness, cosmetic fitness. അപ്പൊ 3 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫിസിക്കൽ ഫിറ്റ്നസിനെ ഡിവൈഡ് ചെയ്യാം. അതിനകത്ത് എന്താണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്? അതിന്റെ ഷോർട്ട് ഫോം ആണ് HRPF എന്ന് പറയുന്നത് കേട്ടോ. It is the power or capacity to live a full and efficient life that one is capable of being. അതായത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ, അതായത് നമുക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിന് ഒരു പവർ ഉണ്ടാവുക, നമ്മുടെ ശരീരത്തിന് ഒരു പവർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉണ്ടാവുക, നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. അതിനെയാണ് എന്ത് പറയുന്നത്? ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണെന്ന് നോക്കാം. This consists of those contents of physical fitness that have a relationship with the enhanced performance in sports and motor skills. The elements are commonly defined as speed, agility and coordination. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ല്, അതായത് ഒരു കാര്യം, ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു കാര്യം പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, അതായത് സ്പോർട്സിൽ ഫുട്ബോൾ കളിക്കാനായിട്ട് നമുക്ക് കഴിവുണ്ട്, ബാഡ്മിന്റൺ കളിക്കാനായിട്ട് നമുക്ക് കഴിവുണ്ട്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിവുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പീഡ്, എജിലിറ്റി, കോർഡിനേഷൻ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ്. കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? The term refers to the capacity to create beautiful physical parameters. അതായത് ബ്യൂട്ടിഫുൾ ആയിരിക്കാൻ അല്ലെങ്കിൽ ഭംഗിയായിരിക്കാൻ നമ്മൾ എന്താണ് നമ്മുടെ ശരീരത്തെ ചെയ്യുന്നത്? സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോസ്മെറ്റിക് ഫിറ്റ്നസിനാണ്. നയൻതാര, നമ്മുടെ മോഹൻലാല് അല്ലെ, ലാലേട്ടൻ, മമ്മൂക്ക, ഇങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ അവരുടെ ശരീരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യാറില്ലേ? അപ്പൊ നല്ല രീതിയിലുള്ള ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ കുറേയധികം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിനെ എന്ത് പറയുന്നു? കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് activities helpful for developing physical fitness components. The major training for developing physical fitness components are, അതായത് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കുറെ അധികം ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. ആക്ടിവിറ്റീസുകളെയാണ് താഴെ പറയുന്നത് കേട്ടോ. ഒന്ന് വാക്കിംഗ് ആണ്. വാക്കിംഗ് ക്യാൻ ഡെവലപ്പ് ദ ഫിസിക്കൽ ഫിറ്റ്നസ് കണ്ടന്റ് ലൈക്ക് ബോഡി കമ്പോസിഷൻ, കാർഡിയോവസ്കുലർ ഫിറ്റ്നസ്. അതായത് നടത്തത്തിലൂടെ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പറ്റൂ. പോകുന്ന പല ആളുകളും ഇക്കൂട്ടത്തിൽ ഉണ്ടാവും അല്ലെ? ഓക്കെ, എങ്ങനെയാണ്? അതായത് നമ്മുടെ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം,
നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്താൻ സഹായിക്കും കേട്ടോ. അപ്പോ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആകുന്നത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യവും കൂടി മെച്ചപ്പെടുത്താനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വാക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റണ്ണിങ് എന്താണ്? റണ്ണിങ് ക്യാൻ ഡെവലപ്പ് ദ ഫിസിക്കൽ ഫിറ്റ്നസ് കണ്ടന്റ്സ് ലൈക്ക് മസ്കുലാർ കണ്ടിന്യൂറ്റി, എജിലിറ്റി, സ്പീഡ് എക്സെട്ര. ഓട്ടം, അതായത് റണ്ണിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് മസ്കുലാർ കണ്ടിന്യൂറ്റി, അതായത് നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് പറ്റും ഓട്ടത്തിലൂടെ. അതുപോലെ തന്നെ എജിലിറ്റി, അതായത് ശരീരം ചടുലമാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിന് സ്പീഡ് കൂട്ടാനായിട്ട് പറ്റും. എന്തിന്? റണ്ണിങ്ങിന്. ഓക്കെ, ഇനി അടുത്തത് വെയിറ്റ് ട്രെയിനിങ് ആണ്. വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? Weight training can develop the physical fitness contents like muscular continuity, strength, etc. Weight training-ലൂടെ നമുക്ക് നമ്മുടെ മസ്കുലാർ കണ്ടിന്യൂറ്റി, നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും, നമ്മുടെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. ജിമ്മിലൊക്കെ പോയിട്ട് വെയിറ്റ് എടുക്കുന്ന ആളുകളില്ലേ? വെയിറ്റ് ട്രെയിനിങ് നടത്തുന്ന ആളുകളില്ലേ? ഓക്കെ. പിന്നെ ലാസ്റ്റ് വൺ ആണ് എന്ത്? സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. സ്ട്രെച്ചിങ് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാ? നമ്മുടെ ബോഡി കമ്പോസിഷൻ, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, സ്ട്രെച്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാം, നമ്മുടെ ബോഡി കമ്പോസിഷൻ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് എന്ത്? വാക്കിങ്ങും റണ്ണിങ്ങും വെയിറ്റ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ സ്ട്രെച്ചിങ്ങും ഒക്കെ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ മിസ്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ? എന്താ? ക്ലിയർ ആണ്. സിമ്പിൾ ചാപ്റ്റർ അല്ലേ? പെട്ടെന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇത്രയും പെട്ടെന്ന് ക്ലിയർ ആയത്. അല്ലെങ്കിൽ ഇത് ഇത്രയും പെട്ടെന്ന് മനസ്സിലാവില്ല. മാം, നമ്മളിത് പഠിക്കുമ്പോ ഈ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് ഇത് ഇങ്ങനെ തന്നെ പഠിച്ച് എടുത്താൽ മതിയോ? PDF നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്, ആ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. അത് നിങ്ങൾ കുട്ടികളിലൊക്കെ അപ്ലൈ ചെയ്യണം, പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും. എക്സാമിനായാലും ഇങ്ങനെ വരുമോ? നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഡിഗ്രിയിലൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും പോലെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ശരി. അപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണ്. അപ്പൊ നമുക്ക് അടുത്ത എജിലിറ്റി ഏതാണ്? ഇതാണോ? സ്കിൽ റിലേറ്റഡ് കമ്പോണന്റ് ആണോ? അതാ ചോദിച്ചത്, എനിക്ക് മനസ്സിലായില്ല. മാം എജിലിറ്റി ശരീരത്തിന്റെ സ്ഥാനവേഗത. അതെ അതെ, ചടുലതയാണ് എജിലിറ്റി. സ്ഥാനം മാറ്റാനുള്ള കഴിവ്, അതാണ് കേട്ടോ. ചലനങ്ങൾ മാറ്റാനുള്ള കഴിവ്, അതാണ്. ഓക്കെ. ഒരു ഡൗട്ട്, നമുക്ക് എക്സാംസിന് പാരഗ്രാഫ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവോ? ഇല്ല ഇല്ല, പാരഗ്രാഫ് ഉണ്ടാവില്ല. മോക്ക് ടെസ്റ്റ്, അതായത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആരും തന്നിട്ടില്ലല്ലേ? MCQ ഉണ്ടല്ലോ, MCQ അതാണ് ഉണ്ടാവുക കേട്ടോ. ആ ടൈപ്പ് ചോദ്യം ഉണ്ടാവും, ഓപ്ഷൻ ഉണ്ടാവും. സ്ട്രെങ്ത് ഞാന് സ്ട്രെച്ചിങ് ആണോ? സ്ട്രെച്ചിങ് ഒന്നും കൂടി പറഞ്ഞുതരാം. സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി കമ്പോസിഷൻ, അതായത് സ്ട്രെച്ച് ചെയ്യാന്ന് പറയില്ലേ, ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ട് പറ്റും. അതായത് ശരീരത്തിന്റെ വഴക്കം ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ബോഡി കമ്പോസിഷൻ, നമ്മുടെ ബോഡി ടോൺ ആകാനും ഒക്കെ സഹായിക്കുന്നതാണ് സ്ട്രെച്ചിങ്. സ്ട്രെച്ചഡ് ആയിട്ടുള്ള എക്സസൈസുകളും മറ്റുമൊക്കെ ഉണ്ട് അല്ലെ? സ്ട്രെച്ചിങ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. നമ്മള് ശരിക്കും കാർഡിയോ എക്സസൈസുകൾ മാത്രമല്ല, അതിന്റെ കൂടെ മസിൽ ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിലും 30 കഴിഞ്ഞ സ്ത്രീകൾക്ക് അവര് സ്ട്രെച്ചിങ്ങും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകം എടുത്തു പറയാറുണ്ട്. കാരണം മസിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ.
ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് പുതിയൊരു ചാപ്റ്റർ ആയിട്ട് വരാം. പുതിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. കേട്ടോ? പറയുന്ന ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു. എടുക്കോട്ടോ, ഇത് എടുത്തോളൂ. എന്താ പേരെന്തായിരുന്നു? എന്റെ പേര് അശ്വതി എന്നാണ്. ഓക്കെ, നമുക്ക് 2 അശ്വതി മിസ്സുമാരുണ്ട്. ഇംഗ്ലീഷ് എടുക്കുന്നത് അശ്വതി മിസ് അല്ലേ? അശ്വതി രഞ്ജിത്ത് എന്റെ പേര് കേട്ടോ, അശ്വതി രഞ്ജിത്ത്. ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you, ma'am. 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 Thank you, ma'am.